ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കപ്പുച്ചൻ ആശ്രമത്തിലാണ് കേട്ടോ ശുശ്രൂഷകളെ. കപ്പുച്ചൻ ടീക്കന്മാരുടെ ധ്യാനം നിങ്ങൾക്ക് അറിയാം. നല്ല ചെടികളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ. ധ്യാനത്തെ നന്നായി പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. ഇനിയും പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ധ്യാനമാണ് കേട്ടോ. എന്റെ സഹോദരങ്ങളെ, പിന്നെ എന്തോ ഒരു കാര്യം ഞാൻ ഓർക്കാണ്. ഞാൻ കുറവിലങ്ങാട് പള്ളിയിൽ എന്തോ ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, അവൾ അപ്പനും കൂടി ഓടി വന്ന് അച്ഛാ കുടുംബാംഗം എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന്, അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്കാണ്. എന്നിട്ട് അവൾ പറഞ്ഞ കാര്യം ഇങ്ങനെ, അച്ഛാ ഞാൻ എല്ലാ ദിവസം 12 കൊന്തയില്ല. യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക് നോക്കിയ, വീട്ടിലെ കാര്യങ്ങൾ, ജോലി, അതിന് സമയം ഡെയിലി 12 കൊന്ത മുടക്കില്ലെന്ന്. അനീശാന്റെ മകത്തെ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരാളുടെ ഒരു സന്തോഷം അറിയിക്കും, എല്ലാവരും അറിയിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ഇൻസ്പിറേഷനൊക്കെ തോന്നണം. സമയം കണ്ടുപിടിച്ച് ഈ തിരക്കാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഓർക്കണം, അങ്ങനെയല്ല 12 കൊന്ത. അപ്പോൾ കുട്ടികളെ, യുവജനങ്ങൾ കേട്ടോ, എത്രയുണ്ട് കൊന്ത? വാ അമ്മമാരെ കേട്ടോ, അപ്പച്ചന്മാര് നല്ല പവറായിട്ട് കൊന്തകളാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞവരെയും ചൊല്ലി നിങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി ആശീർവദിക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ദാനിയേൽ 3:1. ദാനിയേൽ ചാപ്റ്റർ 3:1. നിങ്ങൾ ദാനിയേൽ 3 നോക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അതിനകത്ത് പല ഒന്നുകൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് ബൈബിൾ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അവിടെ കിടക്കുന്ന എങ്ങനെയാണ് തലക്കെട്ട് ഇതാണ്: ഇങ്ങനെ നടക്കാൻ തീ നോക്കിയിരിക്കേണ്ട എന്നുള്ളതാണ്. വളരെ മനോഹരമായ വചനം ഇതാണ് സഹോദരങ്ങളെ. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമായിട്ട് നമ്മളിങ്ങനെ കാണുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ അങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടി തീ നോക്കിയിരിക്കണ്ടേ. ഇപ്പം നമ്മൾ ഈ ജീവിതത്തിൽ നടക്കുന്നത് ഏകദേശം ഈ തീക്കടയിൽ കൂടെയല്ലേ? ചിന്തിച്ചു നോക്കിയേ, അല്ലേ? ശരിയല്ലേ? ഒരുപാട് തീ നാളങ്ങളുടെ ഇടയിലൂടെയാണ് ഓരോ മനുഷ്യന്റെ ജീവിതം നടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, കർത്താവിനെ സ്തുതിക്കാനും ദൈവത്തിന് കീർത്തനം ആലപിക്കാനും ഇനിയിപ്പോ തീയും കൂടെ വരേണ്ട ആവശ്യം. ഇപ്പൊ ഓൾറെഡി തീ തന്നെയാണ്. കടബാധ്യത തീ, അല്ലേ? പലതരത്തിലുള്ള പ്രശ്നങ്ങളെ, ഞെരുക്കങ്ങളെ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരാള് രോഗിയായിട്ട് കിടക്കുന്നതല്ല, അല്ലെങ്കിൽ അത് ഡോക്ടേഴ്സ് ഒരു ഉറപ്പ് പറയുന്നില്ല, ഒരു തീജ്വാലയുടെ നടുവിലല്ലേ? കുടുംബത്തിനാകെ ഒരു മക്കളുമായിട്ട് ഒരു തീജ്വാലയുടെ നടുവിലാണ്. അപ്പൊ അതാണ് തീജ്വാലകളുടെ നടുവിൽ അവർ ചെയ്ത കാര്യം എന്താ? 1, ദൈവത്തിന് അവർ കീർത്തനം ആലപിച്ചുകൊണ്ടിരുന്നു. 2, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെയുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 2 കാരണം. 1, ദൈവത്തിന്റെ കീർത്തനങ്ങൾ, അല്ലേ? ഗാനങ്ങളൊക്കെ ആലപിച്ച്, അതേപോലെ കർത്താവിനെ എപ്പോഴും യേശുവെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അതിന്റെ നടുവിലൂടെ ഈ ദൈവസ്തുതിപ്പാണ് വരേണ്ടത് എന്റെ പ്രിയപ്പെട്ട. അതിന് തീ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി അങ്ങനെയാണ്. അല്ലാത്തൊരു വിഷമിക്കേണ്ട, വരുമെന്ന് ഞാൻ പറയുന്നില്ല, വരികയല്ല പോരെ. മറിച്ച് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇപ്പോഴും തന്നെ നമ്മള് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പ്രത്യേക അനുഗ്രഹിക്കണം. കൂടെയുണ്ട്, ധൈര്യമായിരിക്കണം. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. സ്തുതിക്കാം. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവം എന്ന സമൂഹത്തിന് മുഴുവൻ ഇപ്പോൾ ബ്ലെസ്സിംഗ് നൽകി അനുഗ്രഹിക്കുമ്പോൾ ഇവരിപ്പോൾ കർത്താവിനെ സ്തുതിക്കുകയാണല്ലോ, കർത്താവിന്റെ കീർത്തനങ്ങൾ ആലപിക്കുകയാണല്ലോ. കൂട്ടായ്മ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവെ 2-3 ബ്ലെസ്സിംഗ് പ്രത്യേകം കൊടുക്കുക. 1, കർത്താവെ എണ്ണ മറ്റുവിധം ജപമാല ചൊല്ലാൻ പ്രത്യേക അഭിഷേകം ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൃപയായി നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. 2, ഇത് പ്രതിസന്ധികളുടെ നടുവിൽ കീർത്തനം ആലപിച്ച് സ്തുതിക്കാനുള്ള ഒരു അഭിഷേകം കൃപയായി നിങ്ങളിലേക്ക് ആവസിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. 3, കർത്താവായ ദൈവമേ, വിവിധങ്ങളായ വിഷയങ്ങൾക്ക് പല രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥനകള് കർത്താവ് PDയുമായി ബന്ധപ്പെട്ടോ, ASCയുമായി ബന്ധപ്പെട്ടോ, AFCയുമായി ബന്ധപ്പെട്ടോ ഒക്കെ നൽകിയിട്ടുള്ളവർക്ക് കർത്താവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പീഡകൾ വിട്ടുമാറട്ടെ. നിങ്ങളുടെ കാര്യങ്ങൾ യേശു നടത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.